നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലും മികച്ച പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. നിലവിൽ മികച്ച സ്ക്വാഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ ഈ സ്ക്വാഡിലുള്ളവരിൽ 12 പേരുടെ കരാർ ഈ സീസണോടുകൂടി അവസാനിക്കുമെന്നുള്ളത് ആരാധകർക്ക് ആശങ്ക നൽകുന്നതാണ്. ഇതിൽ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളുമുണ്ടെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കാരണം അടുത്ത സീസണിൽ ഇവരെ നിലനിർത്തണമെങ്കിൽ മറ്റു ചില ടീമുകളുടെ സമ്മർദ്ദവും ബ്ലാസ്റ്റേഴ്സ് അതിജീവിക്കേണ്ടതുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണോടുകൂടി കരാർ അവസാനിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ താരം ലാര ശർമ്മയാണ്. ബാംഗ്ലൂർ എഫ്സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലാരയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. സൂപ്പർ കപ്പിലും സൂപ്പർ ലീഗിലും സച്ചിൻ സുരേഷ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. ബ്ലാസ്റ്റേഴ്സിൽ വലിയ ഭാവിയില്ലാത്തതിനാൽ തന്നെ സീസൺ അവസാനം താരത്തെ ബാംഗ്ലൂരുവിന് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു നൽകും. രണ്ടാമത്തെ താരം കരൺജിത്ത് സിംഗ് ആണ്. 3 സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടെങ്കിലും ആകെ 2 മത്സരങ്ങളിൽ മാത്രമേ കരൺജിത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ വല കാക്കാൻ കഴിഞ്ഞുള്ളൂ. താരത്തിന്റെ കരാർ ഈ സീസണോടുകൂടി അവസാനിക്കും. മൂന്നാമത്തെ താരം മിലോസ് ഡ്രിൻസിച്ച് ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയിലെ ഈ പോരാളിയുടെ കരാറും 2024 വരെ മാത്രമേയുള്ളൂ. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ സാധ്യതയുള്ള താരമാണ് മിലോസ്. താരത്തിനായി ചിലപ്പോൾ മറ്റ് ടീമുകളും രംഗത്ത് വന്നേക്കാം. നാലാമത്തെ താരം മാർക്കോ ലെസ്കോവിച്ച് ആണ്. പ്രതിരോധത്തിലെ മറ്റൊരു കുന്തമുനിയായ ലെസ്കോയുടെ കരാറും ഈ സീസണോടുകൂടി അവസാനിക്കും. അഞ്ചാമത്തെ താരം നവോച്ച സിംഗ് ആണ്. മുംബൈ സിറ്റി എഫ്സിയിൽ നിന്നും ലോൺ വ്യവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ നവോച്ച സിംഗിന്റെ ലോൺ കാലാവധിയും ഈ സീസണോടുകൂടി അവസാനിക്കും. ഐബൻ ഡോഹ്ലിങ്ങിന് സീസൺ നഷ്ടമായതോടെ കിട്ടിയ അവസരത്തിൽ മികച്ച പ്രകടനം നടത്തിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിര കരാറിൽ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആറാമത്തെ താരം യോഹ്യൻ മീത്തയാണ്. ബ്ലാസ്റ്റേഴ്സ് റിസർവ് സ്ക്വാഡിൽ നിന്നും സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ ലഭിച്ച താരത്തിന് സീനിയർ ടീമിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ. താരത്തിന്റെ കരാർ ഈ സീസണോടുകൂടി അവസാനിക്കുമെങ്കിലും താരത്തിന്റെ കരാർ പുതുക്കാൻ സാധ്യതകളേറെയാണ്. ഏഴാമത്തെ താരം വിപിൻ മോഹനാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ മലയാളി താരത്തിന്റെ കരാറും ഈ സീസണോടുകൂടി അവസാനിക്കും. എട്ടാമത്തെ താരം അഡ്രിയാൻ ലൂണയാണ്. ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണയുടെ കരാറും ഈ സീസണോടുകൂടി അവസാനിക്കും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലൂണ ബ്ലാസ്റ്റേഴ്സിൽ കരാർ പുതുക്കുമെന്ന് ആരാധകരും വിശ്വസിക്കുന്നു. ഒമ്പതാമത്തെ താരം ഫെഡർ സെർണിച്ച് ആണ്. ലൂണയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച ലിത്വാനിയൻ നായകൻ ഫെഡർ സെർണിച്ചിന്റെ കരാറും ഈ സീസൺ അവസാനത്തോടെ അവസാനിക്കും. പത്താമത്തെ താരം ഡെയ്സുക്കെ സക്കായാണ്. പരിക്കേറ്റ് സീസൺ നഷ്ടമായ ജോസുവ സൊട്രേക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ജപ്പാനിൽ നിന്നെത്തിച്ച ഡെയ്സുക്കെ സക്കായിക്ക് ബ്ലാസ്റ്റേഴ്സിൽ ആകെ 1 വർഷത്തെ കരാർ മാത്രമാണുള്ളത്. ഈ സീസൺ അവസാനത്തോടെ താരത്തിന്റെ കരാർ അവസാനിക്കും. 11ാമത്തെ താരം ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഗ്രീക്ക് ഗോളടി മിഷന്റെ കരാറും ഈ സീസണോടുകൂടി അവസാനിക്കും. നിലവിൽ മികച്ച ഫോമിലുള്ള താരത്തിനായി മറ്റു ക്ലബ്ബുകളും രംഗത്ത് വന്നേക്കാം. 12ാമത്തെ താരം വിദ്യാസാഗർ സിംഗ് ആണ്. ബ്ലാസ്റ്റേഴ്സിൽ തീരെ അവസരങ്ങളില്ലാത്ത വിദ്യാസാഗറിനും ഈ സീസൺ വരെയാണ് ബ്ലാസ്റ്റേഴ്സിൽ കരാറുള്ളത്.